തുളസി അമ്പലത്തിൽ പോയി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. അല്ല, ഞാനാണ് തെറ്റ് ചെയ്തത്. തന്നോട് ആ ഫോം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കോ? എനിക്ക് തിരിച്ചു തരാനല്ല പറഞ്ഞത്, ടൈപ്പ് ചെയ്യാൻ കൊടുക്കാൻ. സോറി സാർ. തന്നെ കൊണ്ടൊക്കെ തോറ്റു. ടൈപ്പ് ചെയ്യാൻ. എന്താ കണ്ണ ഇങ്ങനെ? ഭാര്യയുടെ പിണക്കം തീർന്നില്ലേ? 3 കോപ്പി വേഗം വേണമെന്ന് പറഞ്ഞു. ഓരോരുത്തർ പറയണത് കേട്ട് ഭാര്യയോട് പിണങ്ങരുത്. മനസമാധാനം ഉണ്ടാവില്ല രണ്ടുപേർക്കും. കണ്ണൻ ചെന്ന് വിളിച്ച രാധിക വരും. വന്നില്ലെങ്കിലോ? സംസാരിച്ചു നോക്കണം. നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെലിഫോണിൽ. ബെസ്റ്റ് ഐഡിയ. നിനക്ക് ടെലിഫോണിൽ സംസാരിക്കണം അല്ലേ? വാ, ഞാൻ വിളിച്ചു തരാം. വാളോ. ഒരു കിളിനാദം. ഹലോ, രാധികയുണ്ടോ? മനസ്സിലായില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. കൊച്ചു കള്ളി, എനിക്കറിഞ്ഞൂടെ. പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോഴും മനസ്സിലായില്ലേ? രാധിക സ്വല്പം ചൂടില്ല. ഹലോ രാധിക, ഞാനായത്. ഇപ്പൊ സംസാരിച്ചത് സുഗതന. അവൻ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചതാ. അവൻ ഇങ്ങനെ ഒരു അസുഖമുണ്ട്. ഞാൻ ഭർത്താവ് കണ്ണൻ. ഭർത്താവാണ് പോലും. നിങ്ങൾ അവൾക്ക് കുറച്ച് സൗകര്യം കൊടുക്കും മനുഷ്യ. നിങ്ങളുടെ ശല്യം സഹിക്ക് വയ്യാതാ അവൾ ഓടിപ്പോന്നത്. ഇവിടെയും താൻ അവൾക്ക് സമാധാനം കൊടുക്കില്ലേ? വെക്കണ ഫോൺ. എന്റെ കക്ഷിയും താങ്കളുമായിട്ടുള്ള വിവാഹം ഹിന്ദു മതാചാര പ്രകാരം നടന്നിട്ടുള്ളതും വിവാഹത്തിനു ശേഷം 2 മാസക്കാലം എന്റെ കക്ഷി താങ്കളുടെ ഭാര്യയായി താമസിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ വിവാഹത്തിന്റെ അന്നു മുതൽ തന്നെ താങ്കൾ തികഞ്ഞ മദ്യപാനിയാണെന്ന് എന്റെ കക്ഷിക്ക് ബോധ്യമായി. അയ്യോ, അത് സത്യമല്ല. നീ മിണ്ടാതിരിക്കെ. എങ്ങനെയാ നോട്ടീസ് അയക്കേണ്ടത് അഡ്വക്കേറ്റിന് അറിയാം. സോറി സർ. കൂടാതെ താങ്കൾ മദ്യപിച്ച് മതോന്മത്തനായി എല്ലാ ദിവസവും എന്റെ കക്ഷിയെ നിഷ്ഠൂരമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും. ഒരിക്കലും സംഭവിക്കാത്താണിത്. ക്രൂവലാണ്. അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ എഴുതേണ്ടത്? അയാൾ നല്ലവനായിരുന്നു, എന്റെ കക്ഷിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നായാലോ? സാർ, ഇവള് വിവരമില്ലാതെ പറയുകയാണ്. ഈ ഡൈവേഴ്സിനെ എന്തെങ്കിലും കോൺക്രീറ്റ് ആയ റീസൺ വേണം. നിശ്ചയിച്ചിരുന്ന കല്യാണം അല്ലല്ലോ. താലി കെട്ടിക്കഴിഞ്ഞ് 2 മാസം ഒരാളുടെ കൂടെ താമസിച്ചിട്ട് ഭർത്താവല്ലാന്ന് പറഞ്ഞ കോടതി സമ്മതിക്കോ? അതല്ല സർ. പിന്നെ ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കുക, അതല്ലെങ്കിൽ കുട്ടി, ഈ ഡൈവേഴ്സ് എന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. രാധികെ, ഇതൊക്കെ കോടതി ഭാഷയാ. എന്താ രാധികയ്ക്ക് ഡൈവോഴ്സ് വേണമെന്നുണ്ടോ? അതോ? ഡൈവോഴ്സ് ആവശ്യമാ. പക്ഷേ എന്നാ വായിക്കുന്നു കേട്ടോളൂ. താങ്കളുടെ അമ്മയും സഹോദരിയും ചേർന്ന് എന്റെ കക്ഷിയെ ഈ 2 മാസക്കാലം വാക്കാലും പ്രവൃത്തിയാലും പീഡിപ്പിച്ചിരുന്നതായി എന്റെ കക്ഷി ആരോപിക്കുന്നു. വേണ്ട സർ, ഇങ്ങനൊരു കെട്ടിച്ചമച്ച കേസ് വേണ്ട. വേണ്ട, ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. പിന്നെ എന്താ നിന്റെ ഭാവം? വേറെ ഒരു വഴിയില്ലേ സർ? ഉണ്ട്, മ്യൂച്വൽ അഗ്രിമെന്റ്. 2 പേരും സമ്മതിച്ച സംഗതി എളുപ്പമായി. അതാ ഞാൻ മാധവൻകുട്ടിയോട് നേരത്തെ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലതും. എന്തു പറയുന്നു? അതിനവൻ സമ്മതിച്ചില്ലെങ്കിലോ? എന്നാ വേറെ വഴിയൊന്നുമില്ല. ഏതായാലും ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കണ്ട. മാധവൻകുട്ടി, നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ? വേറെ വഴിയില്ലെങ്കിൽ മ്യൂച്വൽ അഗ്രിമെന്റ് ആവാം. അവനെ ഞാൻ കൊണ്ടുവരാം. വലിയ കൊലാവലൊന്നും വേണ്ട. ഇവിടെ എങ്ങനെ ഒരു പന്തല് ദേ പെണ്ണുങ്ങൾ വിളി തുടങ്ങി. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ. അല്ല, എന്തിനാ പന്തല്? നിന്റെ 16 അടിയന്തരം കഴിക്കാൻ മിണ്ടാണ്ടിരുന്നു അവിടെ. എങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊന്ന് അടുപ്പിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കുമ്പോഴാ. ചിന്ന ആ തൊടി പോയി കഴുകു മുറിച്ചോ. പോയിക്കോ. പോയിക്കോ. ഓല പറഞ്ഞത് അവിടെ തന്നെ കാണും കേട്ടോ. പുതിയ വല്ല ആലോചനയുണ്ടോ? അതേടി, ഞാൻ ഒന്നുകൂടെ കെട്ടാൻ പോവാ. ദേ, ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സമ്മതിക്കില്ല. ഈ മുറ്റത്തൊരു പന്തലിരുന്ന് തോന്നി ഇടുന്നു, അത്ര തന്നെ. പറയില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെടുത്ത് ഇനി പറയില്ല. മതിയായി. എന്തിനാ കമുക മുറിക്കണേ? പന്തൽ കെട്ടാൻ ശ്രീധരൻ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. എന്നോട് പറഞ്ഞൂടെ ആരാ ചെക്കനെന്ന്? പെണ്ണുങ്ങളോട് പറയില്ല. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ അറിയാതെ മോളുടെ കല്യാണം നടക്കേ?
നീ അറിഞ്ഞു എന്ന് വെച്ചാ ഈ ഭൂമി മലയാളം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം. കണ്ണൻ തന്നെയാണ് അവളെ കെട്ടാൻ പോണെന്ന് ഞാൻ എന്നോട് പറയേ. എന്നിട്ട് വേണം നാളെ മുതൽ ആൾക്കാർ ജാഥായിട്ട് ഇങ്ങോട്ട് വരാൻ. എന്ത് കല്യാണം കഴിഞ്ഞ കണ്ണനോ? അതെ, അവൻ തന്നെ. അവര് ബന്ധം വേർപെടുത്താ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ച്. ഭഗവാനെ, പറയണ്ടെന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു പോയല്ലോ ഈശ്വര. വിവരമുണ്ടോ നിങ്ങക്ക്? എന്തേ ഇതാണ് എന്നോട് പറയണ്ടെന്ന് വെച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ കൊന്നു കളയും ഞാൻ. മനുഷ്യനൊരു അഭ്യാസം നടത്തി നോക്കാം, എങ്ങനെങ്കിലും ആ പെണ്ണിനൊന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന്. അപ്പോഴാണ് അവളൊരു അയ്യോ അതല്ല പറഞ്ഞത്. പിന്നെ ഏതാ? അവനാ കെട്ടണമെങ്കിലേ പന്തലും മറ്റും ഇട്ട് നാട്ടുകാരെ അറിയിക്കണം. രേഷാഫീസിൽ കഴിച്ചാ പോരെ? താലികെട്ട് ഒഴിച്ച് എല്ലാം കഴിഞ്ഞല്ലേ ഗുരുവായൂർ വെച്ച്? ശരിയാണല്ലോ. പെണ്ണുങ്ങൾക്ക് വിവരില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് പറഞ്ഞേ, ഭാര്യയെ നേരത്തെ ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂന്ന്. കൊടുകൈ മോനെ ചിന്ന വെട്ടലേ കൗങ്ങി. ചിന്ന അയ്യോ ചതിച്ചല്ലട ചിന്ന. താലി കെട്ടിയെന്നല്ലാതെ അവര് തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ പറഞ്ഞത്. ഇനി അയാൾ എന്നെ കെട്ടണ്ട. അച്ഛൻ 10,000 രൂപ മുതലാക്കാനല്ലേ ഇതെല്ലാം ഒപ്പിച്ചോണ്ട് വരുന്നത്. ദേ നാവ് കൂടുന്നു. ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഒക്കെ നിങ്ങൾ നിശ്ചയിച്ചു, ഞാൻ അനുസരിച്ചു. എനിക്കറിയാം എന്റെ ചേട്ടൻ പട്ടിണി കിടന്നുണ്ടാക്കിയ കാശാന്ന്. എന്നുവെച്ച് എന്ത് ചെയ്യണമെന്ന് ഞങ്ങള് തീരുമാനിച്ചോളാം. ഇല്ലമ്മേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കല്യാണം നടത്താൻ നിങ്ങൾ നിശ്ചയിച്ച എന്നെ നിങ്ങൾ ജീവനോടെ കാണില്ല.